കേരളത്തിൽ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തൃത്താല ദേശോത്സവത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ ചിത്രങ്ങളുമായി ഘോഷയാത്ര നടത്തിയത് ഇപ്പോൾ ദേശീയ തലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിൽ ഇത് കേന്ദ്ര ഏജൻസികളുടെ കയ്യിലേക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ പുറത്തുവിടാനുള്ളത്. കേന്ദ്ര ഏജൻസികൾ കേരളത്തിലേക്ക് എത്തി ഈ കാര്യങ്ങൾ അന്വേഷിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം ആനയുടെ പുറത്തേറ്റി തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ നേതാക്കളായിട്ടുള്ള യഹ്യ സിൻവാറിന്റെയും ഇസ്മായിൽ ഹനിയ, ഹിസ്ബുള്ള നേതാവായിട്ടുള്ള ഹസൻ നസറുള്ള എന്നിവരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു വലിയ രീതിയിൽ അവിടെ മതമൗലികവാദികൾ പ്രചരണം നടത്തിയത്. ഇസ്രായേലിനെതിരെ പോരാടുന്ന പലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യമായിട്ടാണ് യുവാക്കൾ പ്ലക്കാർഡുകൾ ഉയർത്തിയത് എന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം പുറത്തുവരുന്നത്. യഹ്യ സിൻവാറിന്റെയും ഇസ്മായിൽ ഹനിയുടെയും ചിത്രങ്ങൾ ആനപ്പുറത്തേറ്റി ഉയർത്തിക്കാട്ടുന്ന യുവാക്കളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ദേശീയ ശ്രദ്ധ ഇത് ആകർഷിച്ചിരിക്കുകയാണ്. തറവാടീസ് തെക്കേ വിഭാഗം, മിന്നൽപ്പട പവർ തെക്കേ ഭാഗം തുടങ്ങിയ തലക്കെട്ടോടെയാണ് ചിത്രങ്ങൾ അടങ്ങിയ ബാനറുകൾ തയ്യാറായത്. ഹിസ്ബുള്ള നേതാക്കളുടെ ചിത്രങ്ങൾ അടങ്ങിയ ബാനറുകളും ഇതിൽ ഉണ്ടായിരുന്നു. തൃത്താലയിൽ ആഘോഷത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് നടന്ന ഘോഷയാത്രയിൽ 3000-ലധികം പേർ പങ്കെടുത്തു. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നത്. സിൻവറിന്റെയും ഹനിയുടെയും പോസ്റ്ററുകൾ കുട്ടികൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും ജനക്കൂട്ടം അവർക്ക് നേരെ ആർപ്പ് വിളിക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. മന്ത്രി എം വി രാജേഷ്, കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം എന്നിവർ ഫെസ്റ്റിവലിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ വിവാദത്തിൽ സംഘാടകർ പ്രതികരിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നേതാക്കളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള പോസ്റ്ററുകൾ നെറ്റിപ്പട്ടം കെട്ടിയ 3 ആനകളുടെ പുറത്താണ് ഉയർത്തിയത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. തറവാടീസ് തെക്കേ വിഭാഗം, മിന്നൽപ്പട തെക്കേ വിഭാഗം എന്നീ വിഭാഗങ്ങളാണ് ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചത്. ആഘോഷങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പലസ്തീൻ അനുകൂല റാലികളുമായി ബന്ധപ്പെട്ട സമീപകാല സംഭവങ്ങളുടെ ഒരു പരമ്പരയെ തുടർന്നാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ടതാണ്. തൃത്താല ഫെസ്റ്റ് എന്ന പേരിൽ എല്ലാ വർഷവും നടന്നു വരാനുള്ള പരിപാടി നാടിന്റെ ഒരു പൊതു ആഘോഷമായിട്ടാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് KPCC വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. മതപരിപാടിയായല്ല, ദേശോത്സവമായാണ് തൃത്താല ഫെസ്റ്റിവൽ നടക്കാറുള്ളത്. പോരാത്തതിന് ഇത്തവണയും ഫെസ്റ്റിന് മന്ത്രി എം വി രാജേഷ്, എം പി അബ്ദുൾ സമദാനി, BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്നിവരും ആശംസകൾ അർപ്പിച്ചിട്ടുണ്ടെന്നും ഇതിൽ വി ടി ബൽറാം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും കേന്ദ്ര ഏജൻസികൾ ഇതിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.